ഒരു ഒറ്റ വീഡിയോയിലൂടെ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളിപ്പോ ഒരു കാർ ഓടിക്കുവാണെങ്കിൽ അതിൽ ഏതാണ് ബ്രേക്ക്, ഏതാണ് ആക്സിലേറ്റർ എന്ന് നമുക്ക് മനസ്സിലാവണം അല്ലെ? അതേപോലെ തന്നെ അക്കൗണ്ടിങ്ങില് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ് ഏതിന് ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന്. അതിനെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റൂളാണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡേൺ കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിനെ അമേരിക്കൻ അപ്രോച്ച് എന്നും പറയാറുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ്. അത് എന്തിനാ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തില് നമുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രിക്ക് പഠിക്കാം. ക്ലിയർ, CLEAR എന്ന വേർഡ് മനസ്സിൽ ഓർത്തു വെക്കുക. C ഫോർ ക്യാപിറ്റൽ, L ഫോർ ലയബിലിറ്റീസ്, E ഫോർ എക്സ്പെൻസസ്, A ഫോർ അസറ്റ്, R ഫോർ റവന്യൂ. ഇവിടെ അസറ്റും എക്സ്പെൻസസും, അതായത് എയും ഇയും ഇൻക്രീസ് ചെയ്താൽ അതിനെ ഡെബിറ്റ് ചെയ്യണം, അത് ഡിക്രീസ് ചെയ്താൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ LCER ഇത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. എളുപ്പമല്ലേ? ഈ കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ച് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഓണറ് ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ അതിന്റെ റൂൾ എന്താണ്? ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഓണർ ഇൻവെസ്റ്റ് 5 lakh ക്യാഷ് ഇൻ ടു ദ ബിസിനസ്. ബിസിനസ്സിലോട്ട് 5 ലക്ഷം രൂപയാണ് ഓണർ കൊണ്ടുവന്നത്. അതിന്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇവിടെ ക്യാപിറ്റൽ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനി ക്യാഷിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്? അതിന് ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തതും ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തതും. നെക്സ്റ്റ് വൺ ഈസ് ലയബിലിറ്റീസ് ആണ്. These are the debt or obligation the business owes to the outsiders. ഔട്ട്സൈഡേഴ്സിന് പേ ചെയ്യാനുള്ള ഡെപ്റ്റോ ഒബ്ലിഗേഷനോ ആയിരിക്കാം ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ലോൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പൈസ ആയിരിക്കാം. ഇതെല്ലാം ഒരു ബിസിനസിന്റെ ലയബിലിറ്റി ആണ്. ഇവിടെ റൂൾ എന്താ പറഞ്ഞത്? ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. യു ടേക്ക് 10,000 rupees ലോൺ ഫ്രം എ ബാങ്ക്. ബാങ്കിൽ നിന്ന് നമ്മളൊരു 10,000 രൂപ ലോൺ എടുത്തു. സോ ഇവിടുത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ലോൺ അക്കൗണ്ട് എന്നാണ്. ലോൺ എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്റ്റ് ആണ് അല്ലെ? നമ്മുടെ ഒരു ഒബ്ലിഗേഷൻ ആണ്, നമ്മൾ പേ ചെയ്യണം. സോ അതൊരു ലയബിലിറ്റി ആണ് ഒരു ബിസിനസിന്റെ. അതുകൊണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റ് ആണല്ലേ? അപ്പോൾ അസറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്, നമുക്ക് പൈസ കിട്ടല്ലേ ചെയ്തത്. സോ ആ അസറ്റ് ഇൻക്രീസ് ചെയ്തത് കൊണ്ട് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എക്സ്പെൻസസ് ആർ ദ കോസ്റ്റ് ഇൻകേർഡ് ടു റൺ ദ ബിസിനസ്. ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതിപ്പോ റെന്റ് ആയിരിക്കാം, സാലറി കൊടുക്കുന്നതായിരിക്കാം, ഇലക്ട്രിസിറ്റി പേയ്മെന്റ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യണമെന്നും എക്സ്പെൻസസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ്. ഫോർ എക്സാമ്പിൾ, പെയ്ഡ് 2,000 rupees ഫോർ ഓഫീസ് റെന്റ്. ഓഫീസ് റെന്റ് ആയിട്ട് നമ്മൾ 2,000 രൂപ പേ ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഇവിടെ എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി വരുന്നത്? റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. റെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇവിടെ കൂടി അല്ലേ? അത് കൂടിയത് കൊണ്ട് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി
ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? അസറ്റ് ആണല്ലേ. അസറ്റ് ഇവിടെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഡിക്രീസ് ചെയ്തത് കൊണ്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അസറ്റ്സ് ആർ ദി തിങ്സ് ദ ബിസിനസ് ഓൺസ്. ബിസിനസ്സിന് ഓൺ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. അത് ക്യാഷ് ആവാം, ബിൽഡിംഗ് ആവാം, മെഷീനറി ആവാം, ഇൻവെന്ററി ആകാം, ഇതെല്ലാം ആവാം. സോ ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, യു ബ്രോട്ട് എ കമ്പ്യൂട്ടർ ഫോർ 50,000 ഇൻ ക്യാഷ്. 50,000 രൂപയ്ക്ക് നമ്മളൊരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യുവാണ് എങ്കിൽ അതിന്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് ആണ്. സോ അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ദെൻ ക്യാഷ് എന്ന് പറയുന്നതും നമ്മുടെ അസറ്റ് ആണ്. സോ അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. റവന്യൂ ഓർ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ഏൺഡ് ഫ്രം സെല്ലിംഗ് ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ്. നമ്മൾ ഗുഡ്സ് സെല് ചെയ്യുക വഴി അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക വഴി ഏൺ ചെയ്യുന്ന മണിയാണ് നമ്മൾ റവന്യൂ ഓർ ഇൻകം എന്ന് പറയുന്നത്. ഇവിടുത്തെ റൂൾ എന്താണ്? റവന്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം, റവന്യൂ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. സോ ഫോർ എക്സാമ്പിൾ, രാഹുൽ സോൾഡ് എ പ്രൊഡക്റ്റ് ഫോർ ₹5,000. 5,000 രൂപയ്ക്ക് രാഹുല് ഒരു പ്രൊഡക്റ്റ് സോൾഡ് ചെയ്തു അല്ലെങ്കിൽ സെയിൽ ചെയ്തു. അതിന്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ് അല്ലെ. ഇവിടെ നമ്മുടെ സെയിൽസ്, അതായത് സെയിൽസ് വഴിയാണ് നമുക്ക് മണി ഏൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതോ. അപ്പൊ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളുടെ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തത്. ഇനി നമ്മുടെ ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? അസറ്റ് ആണ് അല്ലെ. അസറ്റും ഇൻക്രീസ് ചെയ്യുകയാണ്, ക്യാഷ് നമുക്ക് കിട്ടുവാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഈ 5 കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് ഉണ്ടാകില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.